العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. ഓരോ നിസ്കാരത്തിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാലികി യൗമിദ്ദീൻ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുദ്ദീനിന്റെ മാലിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആ ദിവസത്തിന്റെ ഉടമസ്ഥാവകാശവും രാജാധികാരവും. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? അത് ജസാഇന്റെയും ഹിസാബിന്റെയും ദിവസമാണ്. അഥവാ നമ്മുടെ നന്മ തിന്മകളായ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുകയും അതിനാവശ്യമായ പ്രതിഫലങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്ന ദിവസമാണ് യൗമുദ്ദീൻ എന്നുള്ളത്. നാളെ പരലോകത്ത് അല്ലാഹു അല്ലാത്ത മറ്റു രാജാക്കന്മാരില്ല, മറ്റു നേതാക്കന്മാരില്ല, അധികാരികളില്ല. അന്ന് മലിക്കുൽ മുലൂക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകളെയും വിചാരണക്കെടുക്കും. ആദ്യമായി കൊണ്ട് ഈ ഉമ്മത്തിനെയായിരിക്കും വിചാരണ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹ്ശറിൽ നരകത്തെ കണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിചാരണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുദ്താ ബി ജഹന്നമ യൗമഇദിൻ, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരും. ലഹാ സബ്ഊന അൽഫ സിമാമിൻ, 70,000 കടിഞ്ഞാണുകൾ, കൊളുത്തുകൾ ആ നരകത്തിൽ ഉണ്ടാകും. മഅ കുല്ലി സിമാമിൻ 70,000 മലിക്കിൻ,
യജുറൂനഹ, ഓരോ കടിഞ്ഞാണിലും ഓരോ കൊളുത്തിലും 70,000 മലക്കുകൾ. അത്രയും മലക്കുകൾ യജുറൂനഹ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരും. അങ്ങനെ നരകത്തെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നിർത്തിയിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണ. വ്യത്യസ്ത രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരോട് നിങ്ങൾ ആരെയാണ് ആരാധിച്ചിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഐന ശുറകാഉകുമുല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ ജനിപ്പിച്ചിരുന്ന അല്ലാഹുവിന് പുറമെ നിങ്ങളുടെ ആരാധ്യന്മാരാണ് എന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ ആ പങ്കുകാരെല്ലാം എവിടെ പോയി? നിങ്ങൾ സഹായം ചോദിച്ചിരുന്ന ശൈഖുമാരെവിടെ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചരട് കെട്ടിയിരുന്നത് ആ ഉസ്താദുമാരെവിടെ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നേർച്ച നേർന്നിരുന്നത് ആ മഹാന്മാരെവിടെ? നിങ്ങൾ വാദിച്ചിരുന്നല്ലോ, അവരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണ്, അല്ലാഹുവിന് പുറമെ നിങ്ങളുടെ രോഗം മാറ്റാൻ കഴിവുള്ള മഹാന്മാരാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വാദിച്ചിരുന്നല്ലോ, അവരെല്ലാം എവിടെ? ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്നവരും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരും എവിടെ? ഈ ദുനിയാവിൽ വെച്ച് ഇന്ന മൗലിദ് ചൊല്ലിയാൽ ഇന്ന ശൈഖിന്റെ സഹായം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിരുന്നവർ, ഇന്ന ജാറത്തിലേക്ക് പണമിട്ടാൽ അവിടെ കിടക്കുന്ന മഹാത്മാന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിരുന്നവർ, ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്ന ആളെ സമീപിച്ചാൽ മതി, അവർക്ക് ആരാധനകൾ അർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നവർ, അവരെല്ലാം എവിടെ? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതിന് അവരുടെ ഉത്തരം വല്ലൂ അന്നാ, അവരെല്ലാം ഞങ്ങളെ വഴിപിഴപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ വഴിപിഴച്ചു പോയവരാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, അവിടെ ഒരു ശൈഖും അവിടെ ഒരു തങ്ങളും ഒരു ബാവയും ഒരു ഹോജയും നമ്മളെ സഹായിക്കാനില്ല. പ്രിയമുള്ള മുസ്ലിമെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെ സങ്കീർണമായ ആ ഇരുട്ടറയിൽ ഒരാൾക്കും തൊടാനോ ഒന്ന് തലോടാനോ ഒന്ന് താലോലിക്കാനോ കഴിയാത്ത ആ ഗർഭപാത്രത്തിൽ ഒരു തങ്ങളും നിന്നെ സഹായിക്കാൻ വന്നിട്ടില്ല എങ്കിൽ, ഒരു മഹാത്മാവും നിന്നെ സംരക്ഷിക്കാൻ വന്നിട്ടില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവിടെ നിനക്ക് സഹായം തന്നത് എങ്കിൽ, നിനക്ക് ഭക്ഷണവും നിനക്ക് ഓക്സിജനും നിനക്ക് വെള്ളവും എല്ലാം ആ ഇരുട്ടറയിൽ അല്ലാഹുവാണ് നൽകിയത് എങ്കിൽ, ഇനി നാളെ പരലോകത്തും അല്ലാഹു അല്ലാതെ ഒരാളും നിന്നെ സഹായിക്കാനില്ല എങ്കിൽ, ഈ നശിച്ച ദുനിയാവിൽ എന്തിനാണ് അല്ലാഹു അല്ലാത്തവരുടെ പിറകെ നീ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കണം, എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്കൊരു ജാറവുമായി ബന്ധമില്ല, ഏതെങ്കിലും മക്ബറകൾ എന്റെ ജീവിതത്തിൽ അതിന് സ്ഥാനമില്ല, ഏതെങ്കിലും ഉറുക്കുകൾക്കോ ഏലസുകൾക്കോ ചരടുകൾക്കോ ഏതെങ്കിലും പുണ്യമരങ്ങൾക്കോ പുണ്യപുഷ്പങ്ങൾക്കോ എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു വിഷയമാണ് നമ്മുടെ അമലുകൾ. നന്മയും തിന്മയുമായ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാഹു. നാളെ വിചാരണ വേളയിൽ നിന്ന് ഒരടിമക്കും കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അത് വെക്കണമെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതിലൊരു ചോദ്യമാണ് തന്റെ ആയുസ്. ഫീമ അഫ്നാഹു, എന്തിനാണ് ആയുസ് താൻ ചെലവഴിച്ചത്? 40 വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ 40 വർഷത്തെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും. 50 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 50 വർഷത്തെ ജീവിതത്തിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. വാർദ്ധക്യത്തിലെത്തിയാൽ ആ വാർദ്ധക്യം വരെ എങ്ങനെ ജീവിതം ചെലവഴിച്ചു,
അതിനെക്കുറിച്ച് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവനല്ല ഒരു മുസ്ലിം. എങ്ങനെയെങ്കിലും കുറെ പണം സമ്പാദിക്കുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, എല്ലാ സദസ്സുകളിലേക്കും ചെന്നിരിക്കുക, ആ രൂപത്തിൽ തള്ളി നീക്കേണ്ടവനല്ല ഒരു മുസ്ലിം. അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുന്നതാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ആ ബോധം ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സംഗീതം കേട്ടാൽ അവിടെ തുള്ളിച്ചാടാൻ മുൻപന്തിയിലുള്ളത് മുസ്ലിം ഉമ്മത്താണ്. ഏത് മതത്തിന്റെ ആഘോഷമാകട്ടെ, ആ ആഘോഷം ആഘോഷിക്കുവാൻ മുൻപന്തിയിലുള്ളത് മുസ്ലിം ഉമ്മത്തിലെ ആളുകളാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും അവിടെ മറുപടി പറയേണ്ടി വരുമെന്നും മുസ്ലിം ഉമ്മത്ത് മറന്നു പോയിരിക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് അത് പറ്റൂല, എന്താണ് ഇത് പറ്റാത്തത്, എന്താണ് അങ്ങനെ ചെയ്താല്, എന്താണ് ഇങ്ങനെ ചെയ്താല് എന്ന രൂപത്തിൽ നമ്മുടെ ബുദ്ധിയുടെ ത്രാസിലിട്ടിട്ടല്ല ദീൻ അളക്കേണ്ടത്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു, അവർ പറഞ്ഞിടത്ത് നിൽക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. പന്നിമാംസം ഹറാമാണ്. എന്തുകൊണ്ടൊരു മുസ്ലിം പന്നിമാംസം കഴിക്കുന്നില്ല? അതിനുള്ള ഉത്തരം, പിന്നെ അത് കഴിച്ചാൽ കുറെ ദോഷങ്ങളുണ്ട്, കുറെ രോഗം വരും, അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊന്നുമല്ല ഒരു മുസ്ലിമിന്റെ ഉത്തരം. പന്നിമാംസം നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാന്റെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാണ് എന്ന് പറഞ്ഞു. അതിലപ്പുറം നമുക്ക് ആലോചിക്കേണ്ടതില്ല. മദ്യം ഹറാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് പിന്നെ ലബോറട്ടറിയിലിട്ട് അതിന് ദോഷങ്ങളുണ്ടോ, അത് കുടിച്ച എന്തെങ്കിലും നല്ല വശങ്ങളുണ്ടോ എന്ന രൂപത്തിൽ ഒരു മുസ്ലിമിന് ആലോചിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി ഹറാമാണെന്ന് പറഞ്ഞോ, അവിടെ നിൽക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. സമിഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതായിരിക്കണം നമ്മുടെ നിലപാട്. അതുകൊണ്ട് കരുതലോടെ നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടേക്ക് ചിലവഴിച്ചു, നാളെ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യും. നമ്മൾ സമ്പാദിച്ചതും ചിലവഴിച്ചതുമായ ഓരോ രൂപയും അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 10 രൂപയുടെ സിഗരറ്റ് മേടിച്ച് അതിങ്ങനെ വലിച്ചു തീർക്കുമ്പോ ദുനിയാവിലെ നൈമിഷികമായ സുഖം ഉണ്ടാവും. എന്നാൽ പ്രിയമുള്ളവരെ, ആ 10 രൂപയുടെ പേരിൽ നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ നീ എന്തുത്തരം പറയും? അല്ലാഹ് നിന്നെ ധിക്കരിക്കാൻ ഒരു 10 രൂപ ഞാൻ ഉപയോഗിച്ചു, നിന്റെ റബ്ബിനോട് നീ എങ്ങനെ പറയും? പൂർണ്ണമായി ഔറത്ത് അറിയാത്ത വസ്ത്രം നമ്മുടെ മകന് നമ്മുടെ മകൾക്ക് വാങ്ങിക്കൊടുത്ത് അവനത് ധരിച്ച് അവളത് ധരിച്ച് ഇങ്ങനെ പുറത്തുകൂടെ പോകുമ്പോ ചിലപ്പോൾ കാണാനൊരു രസം ഉണ്ടാവും. ആ 500 രൂപയുടെ പേരിൽ, ആ 1000 രൂപയുടെ പേരിൽ അള്ളാഹു നിന്നോട് ചോദ്യം ചെയ്യുമ്പോൾ പ്രിയമുള്ള മുസ്ലിമേ, നീ എന്തുത്തരം പറയും? വീട് പണി പൂർത്തിയാകാതെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ ബാങ്കിൽ പോയി ലോൺ എടുത്തു, വീട് പണി പൂർത്തിയാക്കി. ഭാര്യയുടെ പണ്ടം കൊണ്ടുപോയി പണയം വെച്ചു, ലക്ഷങ്ങൾ കിട്ടി, വീട് പണി പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ വീട്ടിൽ ഒരു 5 കൊല്ലം താമസിക്കും, ഒരു 10 കൊല്ലം, ഒരു 50 വർഷം താമസിച്ചു. ദുനിയാവിൽ 50 കൊല്ലം ഒരു സുഖം ഉണ്ടാവും. ആ ലക്ഷങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നീ എങ്ങനെ അതിന്റെ പേരിൽ കണക്ക് ബോധിപ്പിക്കും? കച്ചവടത്തിന് നുണ പറഞ്ഞ് സാധനം വിറ്റ് ഒരു 10 റുപ്യ 100 റുപ്യ ലാഭം കിട്ടി. അതുകൊണ്ട് ദുനിയാവിൽ ലാവിഷായി ആസ്വദിക്കുന്ന, ആസ്വാദനം നൽകുന്ന ഭക്ഷണം മേടിച്ചോ, കുടുംബത്തിന് ചെലവഴിച്ചോ ദുനിയാവിൽ ആസ്വദിക്കാം. പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ മുന്നിൽ ആ 10 രൂപയുടെ പേരിൽ, ആ 100 രൂപയുടെ പേരിൽ നീ എങ്ങനെ മറുപടി പറയും? അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ചിന്തിക്കുക. വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നമ്മുടെ അമലുകൾ മാത്രം പ്രത്യക്ഷപ്പെടുത്തി മുഖത്തിന്റെ നേരെ നരകത്തെ കൊണ്ടുവന്ന് നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെലവഴിച്ച ഓരോ രൂപക്കും കണക്ക് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ എന്ത് മറുപടി പറയും?
നമുക്ക് വെള്ളം തന്ന, നമുക്ക് ഭക്ഷണം തന്ന, നമുക്ക് വായു തന്ന, നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ ആസ്വാദനങ്ങൾക്കുമുള്ള അനുഗ്രഹങ്ങൾ നൽകിയ ആ അല്ലാഹുവേ, നിന്നെ ധിക്കരിക്കുവാൻ എന്റെ ആയിരങ്ങൾ ഞാൻ ഉപയോഗിച്ചു. റബ്ബിന്റെ മുഖത്ത് നോക്കി പറയാൻ പ്രിയമുള്ള മുസ്ലിമേ, നിനക്ക് നാണമില്ലേ? അതുകൊണ്ട് നമ്മൾ ചിലവഴിക്കുന്ന ഓരോ രൂപയും, നമ്മൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും ഹലാലിന്റെ മാർഗത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു, അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും. അല്ലാഹു നൽകിയ എമ്പാടും അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ പേരിൽ അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. പിന്നീട് പരലോകത്ത് അല്ലാഹു നൽകിയ സുഖാനുഗ്രഹങ്ങളുടെ പേരിൽ അല്ലാഹു ചോദ്യം ചെയ്യും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് കാരണം രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്താണ്. അവർ മൂന്നുപേരും കൂടി ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് യാത്ര പോയി. സ്വഹാബി പുറത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയ സമയമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവരെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി. സ്വഹാബി വന്നു. തൻ്റെ വിരുന്നുകാരെ കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. അവർക്ക് ആവശ്യമായ ഈത്തപ്പഴവും അവർക്ക് ആവശ്യമായ മാംസവും റൊട്ടിയും എല്ലാം ആ സ്വഹാബി അവർക്ക് നൽകി. സ്വഹാബാക്കൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ. സ്വഹാബ, ഈ അനുഗ്രഹങ്ങൾക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂഉ ثم لم ترجعوا حتى أصابكم هذا النعيم. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് വിശപ്പ് കാരണത്താലാണ്. എന്നാൽ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ളിന്നുൻ ബാരിദുൻ റുത്ബുൻ ത്വയ്യിബുൻ മാഉൻ ബാരിദുൻ. നല്ല തണുത്ത തണൽ, പുരി വെയിലത്ത് നമ്മൾക്ക് ലഭിക്കുന്ന നല്ല തണുത്ത തണലുണ്ടല്ലോ, അതുപോലെ രുചികരമായ ഭക്ഷണം, അതുപോലെ തണുത്ത വെള്ളം, ഈ മൂന്നും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. എത്ര സ്വാദിഷ്ടമായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങളാണ് പ്രിയമുള്ളവരെ ഓരോ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ നിന്നും ആദ്യം ചോദ്യം ചെയ്യുക, അലം നുസ്ഹിഹ ലക ജിസ്മക വനുറുയക മിനൽ മാഇൽ ബാരിദി. നിന്റെ ശരീരത്തെ നിനക്ക് നാം നന്നാക്കി തന്നില്ലയോ? തണുത്ത വെള്ളം നിനക്ക് നാം കുടിക്കാൻ തന്നില്ലയോ? നമ്മുടെ ശരീരഘടന, നമ്മുടെ ശരീരപ്രകൃതി എത്ര സുന്ദരമുള്ളതാണ്. കണ്ണ് കാണാൻ കഴിയാത്ത, കാത് കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, നട്ടെല്ലിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അറിയണമെങ്കിൽ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 15 വാട്ട്സ് ഒരു ദിവസം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ തലച്ചോർ, ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് സംവേദനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലച്ചോർ. പ്രിയമുള്ളവരെ, ആ തലച്ചോർ എന്ന അനുഗ്രഹം എത്ര വലുതാണ്. 0.8 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ചീത്ത രക്തങ്ങളെ ശുദ്ധീകരിക്കുകയും ശരീരത്തിലേക്ക് അത് നല്ല രക്തമാക്കി പമ്പ് ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ ഹൃദയം. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തക്കുഴലുകൾ നിവർത്തി വെച്ചാൽ ലോകം മുഴുവൻ 3 തവണ സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. ഇത്രയും സങ്കീർണമായി ഈ ശരീരത്തിനുള്ളിൽ ഇതെല്ലാം സംവിധാനിച്ചവൻ ആരാണ്? അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കണ്ണുകൊണ്ട് ഹറാമായ സിനിമകളും സീരിയലുകളും റിയാലിറ്റി ഷോകളും കണ്ട് ആസ്വദിക്കുമ്പോൾ
അള്ളാഹു നൽകിയ അനുഗ്രഹമായ ഈ കാതുകൊണ്ട് ഹറാമായ സംഗീതം കേട്ട് ആസ്വദിക്കുമ്പോൾ, അള്ളാഹു നൽകിയ അനുഗ്രഹമായ ഈ ശരീരം കൊണ്ട് ഹറാമിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, അള്ളാഹു നൽകിയ അനുഗ്രഹമായ ഈ നാവ് കൊണ്ട് ഹറാമിന്റെ സംസാരമായ ഏഷണികളും പരദൂഷണങ്ങളും സംസാരിക്കുമ്പോൾ, പ്രിയമുള്ള മുസ്ലിമേ, നീ ആലോചിക്കണം, ആരും കൂട്ടിനില്ലാത്ത ഒരു ലോകത്ത് ഇതിനെക്കുറിച്ചെല്ലാം നീ നിന്റെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ, അള്ളാഹു നൽകിയ ആയുസ്സിനെ വളരെ വിലപ്പെട്ടതായി നമ്മൾ കാണുക. അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രം നമ്മൾ വിനിയോഗിക്കുക. അതിനെല്ലാം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യമുണ്ട് എന്ന വിചാരം നിത്യവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമായ എളുപ്പമുള്ള വിചാരണ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. ഇവിടെ നമ്മൾ എന്തൊരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാലും ഒരൽപ്പം സാമർഥ്യമുള്ളവനാണെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടും. ഞാനത് കണ്ടിട്ടേ ഇല്ല, ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല, ഞാനത് പറഞ്ഞിട്ടേ ഇല്ല. നാവ് കൊണ്ട് രക്ഷപ്പെടാൻ ഇവിടെ സാധിക്കും. എന്നാൽ നാളെ പരലോകത്തെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണയെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയോട് ചോദിക്കുമെന്നാണ്. അലം ഉക്രിമുക വ ഉസബ്ബിദുക വ ഉസബ്ബിജുക വ ഉസഖിർ ലകൽ ഖൈല വൽ ഇബിൽ. ഞാൻ നിന്നെ ആദരിച്ചില്ലയോ? ദുനിയാവിൽ നിനക്ക് വിവാഹം കഴിക്കാനുള്ള ഇണയെ ഞാൻ നൽകിയില്ലയോ? നിനക്ക് നേതൃത്വങ്ങൾ നാം നൽകിയില്ലയോ? ആ മനുഷ്യൻ പറയും, ബല, അത് റബ്ബേ. അല്ലാഹു രണ്ടാമത്തെ ചോദ്യം, അഫളനന്ത അന്നക മുലാഖിയ, എന്നെ കണ്ടുമുട്ടുമെന്ന് നീ വിചാരിച്ചിരുന്നുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ലാ, ഇല്ല റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, ഫഇന്നി അൻസാക കമാ നസീതനി, നീ എന്നെ എപ്രകാരം മറന്നോ അതുപോലെ ഇന്ന് ഞാനും നിന്നെ മറന്നിരിക്കുന്നു. ഇതുപോലെ മറ്റൊരടിമയോടും അള്ളാഹു ഇതേപോലെ ചോദിക്കും, അയാളും ഇതേപോലെ ഉത്തരം പറയും. മൂന്നാമത്തെ അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതുപോലെ ചോദിക്കും. ആ മനുഷ്യൻ പറയുന്ന മറുപടി, യാ റബ്ബി ആമൻതു ബിക വ ബികിതാബിക വ ബിറസൂലിക. അല്ലാഹുവേ, ഞാൻ നിന്നിൽ, നിന്റെ കിതാബിൽ, നിന്റെ റസൂലുകളിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വസല്ലൈതു വസുംതു വതസദ്ദഖതു. അല്ലാഹുവേ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോച്ചിട്ടുണ്ട്, ഞാൻ സ്വതക്ക നൽകിയിട്ടുണ്ട്. വസ്തതാ, എനിക്ക് കഴിയുന്ന രൂപത്തിലെല്ലാം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അല്ലാഹു അയാളോട് പറയും, ഹാ ഹുന ഇദൻ, എങ്കിൽ നീ ഇവിടെ നിൽക്ക്. അൽ ആൻ നബ്അസു ഷാഹിദനാ അലൈക്, നീ ഈ പറഞ്ഞതെല്ലാം ശരി തന്നെയാണോ? അത് അന്വേഷിക്കുവാൻ നിനക്കെതിരെയുള്ള, നിനക്ക് വേണ്ടിയുള്ള സാക്ഷികളെ നാം കൊണ്ടുവരാം. ആ മനുഷ്യൻ ആലോചിക്കും, എനിക്ക് വേണ്ടി ആരാണ് സാക്ഷ്യം പറയാനുള്ളത്? ഫയുഖ്തബു അലാ ഫീ, ആ സമയത്ത് അയാളുടെ വായകൾക്ക് സീൽ വെക്കും. വയുഖാലു ലിഫഖ്രിഹി വലഹ്മിഹി വഇലാമിഹി ഇൻതദി, എന്നിട്ട് അയാളോട്, തുടയോട്, അയാളുടെ എല്ലുകളോട്, അയാളുടെ മാംസങ്ങളോട് പറയും, നിങ്ങൾ സംസാരിക്കൂ. ഫതൻഖിദു ഫഖ്ദുഹു വലഹ്മുഹു വഇലാമുഹു ബിഅമലിഹി, ആ മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും അയാളുടെ തുടയും അയാളുടെ മാംസങ്ങളും അയാളുടെ എല്ലുകളും സംസാരിക്കും. വദാലികൽ മുനാഫിഖു വദാലികൽ ലദി യസ്ഖതുല്ലാഹു അലൈഹി, അതൊരു മുനാഫിഖായിരിക്കും, അല്ലാഹുവിനെ കോപം സമ്പാദിച്ച ഒരു കപട വിശ്വാസിയായിരിക്കും. അവൻ അല്ലാഹുവിന്റെ മുന്നിൽ കളവ് പറഞ്ഞതാണ്, എന്നാൽ വായകൾക്ക് സീൽ വെക്കുകയും അവന്റെ കൈകളും അവന്റെ തുടകളും അവന്റെ എല്ലുകളും അവന്റെ അവസ്ഥകളെ കുറിച്ച് അള്ളാഹുവിനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ നാവ് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല.
അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. അല്ലാഹുമ്മ ഹാസിബ്നി, അല്ലാഹുവേ നീ എന്നെ വിചാരണ ചെയ്യണമേ, ഹിസാബൻ യസീറ, ലഘുവായ എളുപ്പമുള്ള ഒരു വിചാരണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു കൊടുത്തത് എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിതാബിനെ കാണിച്ചു തരും, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം കാണിച്ചു തരികയും എന്നിട്ട് എല്ലാം നമുക്ക് പുറത്തു തരികയും ചെയ്യും. ആ ഒരു വിചാരണയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ എന്ന പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പ്രയാസപ്പെടുത്തുന്ന വിചാരണകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി കാണിക്കുവാനും അങ്ങനെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയിൽ നന്ദി കാണിച്ചതിന്റെ ഉത്തരം പറയുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ലഘുവായ ഒരു വിചാരണ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ വിചാരണ ചെയ്യുമാറാകട്ടെ. ആ വിചാരണക്കപ്പുറം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗവും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ മരണപ്പെട്ടു പോയ സുഹൃത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അയാളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുടെ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. കത്തിജ്വലിക്കുന്ന നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കാത്തിരക്ഷിക്കണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അല്ലാഹു അവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അല്ലാഹു ഒരു സഹോദരൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു മാരകമായ രോഗം കാരണം അദ്ദേഹം ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹു അവരുടെ രോഗങ്ങളെല്ലാം നീ എത്രയും പെട്ടെന്ന് സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.